പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്രാവിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ ഇട്ട് തേങ്ങ അരച്ച സ്രാവിൻ്റെ കറി. ഇത് മാങ്ങയാണ്, ഇതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങയാണ്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിടാം. തക്കാളി ആവശ്യമില്ല, എന്നാലും സ്രാവ് കറി വയ്ക്കുമ്പോൾ ഒരു വെള്ള കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തക്കാളി ഇടുന്നത്. വെള്ള കളർ ഉണ്ടാൽ വീട്ടിലുള്ള ആൾ ചോദിക്കും എന്താ കറി വെളുത്ത് കിടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഒരു തക്കാളി ഇട്ടത്. പച്ചമുളക് മുറിച്ചിടാം. മാങ്ങ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. മാങ്ങേൻ്റെ പുളി ഇറങ്ങിയിട്ടുണ്ട് കറിയിലേക്ക്. ഇനി നമുക്ക് സ്രാവ് ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കുറവുണ്ടോ മുളക് കുറവുണ്ടോ എന്ന് നോക്കട്ടെ. എരിവും പുളിയും പാകത്തിനുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പിടാം. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മുറി തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ച് വെച്ചതാണ്. അത് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കറി കണ്ടോ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. അധികം തിളയ്ക്കണ്ട. കറി നല്ലോണം ചൂടായിട്ടുണ്ടേ. തേങ്ങ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒന്നാം തരം വറവിടാം.
വറവിടാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പകുതി സവാള മുറിച്ചതാണ്, അത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. നല്ലോണം മൂപ്പിക്കാം. സവാള മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. വറവ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഈ വറവും കൂടെ ചേർക്കുമ്പോഴേക്ക് ഈ കറീൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും രുചിയുള്ള സ്രാവ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.